സത്യം. നോക്ക്, ഈയിടെ എന്നെ കുറിച്ച് കൂടുതലാട്ടോ. നീ അവനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. വെളുപ്പാങ്കാലത്ത് വിളിച്ചേപ്പിച്ച് പാർക്ക് വരാൻ പറയാം, അതും ഈ തണുപ്പത്ത്. എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നന്നാ വയറ് വിശക്കും. അപ്പോൾ വൈകി എണ്ണീറ്റാലോ? അപ്പോഴും വിശക്കും. അതൊക്കെ പോട്ടെ, നിനക്ക് ഏതാണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നും പറയാനില്ലേ? അച്ചു, എന്താ നിന്റെ പ്രശ്നം? നീ ഞങ്ങളോട് പറ, അല്ലാതെ നീ ഒന്നും ഇങ്ങനെ മിണ്ടാതെ. പറയാം, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുണ്ടാവും എൻ്റെ കൂടെ. നീ കാര്യം പറയടാ. കൊല്ലണം, എനിക്കൊരാളെ കൊല്ലണം. ഞാൻ അപ്പോഴേ പറഞ്ഞ ഇവന് പ്രാന്താണെന്ന്. നീ വാ, ഒന്നുകൂടെ ഉറങ്ങാനുള്ള സമയമുണ്ട്. നമ്മൾ 3 പേര് മാത്രം മതി നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ. എല്ലാം തുറന്നു പറയുന്ന, പറയാതെ തന്നെ എല്ലാം മനസ്സിലാക്കുന്ന, മനസ്സിലാക്കിയാൽ മരണം വരെ കൂടെ നിൽക്കുന്ന ഒന്ന്. അതാണ് ഫ്രണ്ട്സ്, എ റിയൽ ഫ്രണ്ട്സ്. നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫ്രണ്ട്സ് അല്ലേടാ? എടാ, നീ സീരിയസ് ആയിട്ട് പറഞ്ഞാന്നോ? അല്ലാതെ പിന്നെ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? അച്ഛൻ പറഞ്ഞതുപോലെ രാവിലെ തന്നെ നിങ്ങൾ വിളിച്ചു വരുത്തി ഒരാളെ കൊല്ലണം എന്നൊക്കെ പറയാൻ. നീ പറ. നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. അല്ലാതെ നിനക്ക് നിന്റെ വഴിയാ ശരിയെന്ന് തോന്നുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അല്ലേടാ അച്ചു? അതേടാ, നമ്മളൊന്നല്ലേ. നിനക്ക് ആരോടാ ഇത്രയ്ക്ക് ദേഷ്യം? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഇത്ര കാലമായിട്ട് നമ്മളറിയാത്ത എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത്? ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല, പക്ഷെ എനിക്കത് ചെയ്തേ പറ്റൂ. ഇനി ഒരാഴ്ച മാത്രം അയാൾ ജയിലിൽ നിന്നിറങ്ങും. യു മീൻ? യെസ്, ഹാരിഷ്, എൻ്റെ ചേട്ടൻ. എടാ, നീ എന്താ ഈ പറയുന്നത്? ഈസ് യുവർ ബ്രദർ, നിന്റെ സ്വന്തം ചോര. ഹാരിഷ് എന്തിന് ജയിലിൽ പോകുന്നത് നീ മറന്നോ? അതെല്ലാവർക്കും അറിയാം. പക്ഷേ അയാൾ നിരപരാധി ആയതുകൊണ്ടല്ലേ നിയമം അയാളെ വെറുതെ വിട്ടത്? അതല്ലേ സത്യം? അതല്ല സത്യം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ശ്രീകുട്ടിയെ? എൻ്റെ ചേട്ടൻ കാമാസക്തി തീർത്ത പിഞ്ച് പെൺകുട്ടിയെ? എന്നേക്കാൾ അല്ല, അവളുടെ അച്ഛനമ്മമാരെക്കാൾ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നോടാ അവനെ, ഹാരിഷിനെ. എന്നിട്ടും അവൻ എങ്ങനെ തോന്നി ആ പിഞ്ച് പെൺകുട്ടിയിൽ അവൻ്റെ കാമം തീർക്കാൻ? പക്ഷേ നിയമം കുരുക്കുകളേക്കാൾ കൂടുതൽ പഴുതുകളുള്ള സമ്പ്രദായത്തിൻ്റെ പേരല്ലേ നിയമം? ഏത് നിയമത്തിനും വിളിക്കാനുള്ള മാധ്യമമുണ്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ, പണം. അതുകൊണ്ട് അവൻ നിരപരാധിയായി. പക്ഷേ എനിക്കറിയാം അവൻ തെറ്റുകാരനാണ്. അത് നിനക്കെങ്ങനെ അറിയാം? കണ്ടതാ, ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. പിന്നെ എന്തുകൊണ്ട് നീ അത് കോടതിയിൽ പറഞ്ഞില്ല? നിയമത്തിന് മുമ്പിൽ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നല്ലേ? അന്ന് എനിക്കത് സാധിച്ചില്ല. പക്ഷേ ഇന്ന് എനിക്ക് തിരുത്തേ പറ്റൂ. അതാ. ഹലോ സാർ, ഞങ്ങളിവിടെ ഉണ്ട് പാർക്കിൽ. സാറിങ്ങോട്ട് വന്നാൽ മതി. ശരി സാർ. ആരാടത്? അഡ്വക്കേറ്റ് കിഷോർ. അഡ്വക്കേറ്റ് കിഷോർ? യെസ്. കറുത്ത ഗൗണിട്ട് ഏത് സത്യത്തെയും വളച്ചൊടിച്ച് അസത്യമാക്കുന്ന, ഏത് നിരപരാധിയും അപരാധിയാക്കുന്ന വക്കീലന്മാരുടെ ഇടയിൽ ഞാൻ കണ്ടൊരു നല്ല മനുഷ്യൻ. ശ്രീകുട്ടിയുടെ കേസ് വാദിക്കാൻ 1 രൂപ പോലും മേടിക്കാത്ത ഒരു മനുഷ്യ സ്നേഹം. ഹലോ സാർ, ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഹലോ, നൈസ് ടു മീറ്റ് യു. ഹലോ സർ. ഹലോ സാർ. എന്തായി നിന്റെ തീരുമാനം? നിന്റെ തീരുമാനത്തെ എന്തെങ്കിലും മാറ്റം വരുത്തിയോ? ഇല്ല സാർ. നോക്കൂ, നമുക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകാം. നിയമത്തിൻ്റെ വഴിക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ. കുറ്റം ചെയ്തവർ എന്നാണെങ്കിൽ ശിവപ്പെടും, അതെത്ര വൈകിയാണെങ്കിലും ശരി. അതേടാ, സാറ് പറഞ്ഞതാ അതിൻ്റെ ശരി. നമുക്കങ്ങനെ തന്നെ നോക്കാം. സാർ, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യയിൽ 1 വർഷം എത്ര പീഡനങ്ങൾ നടക്കുന്നുണ്ട്? അതിൽ എത്ര പിഞ്ചു കുട്ടികൾ? എന്നിട്ട് അതിൽ എത്ര പേർക്ക് നീതി കിട്ടി? എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെ, അതല്ലേ അവൻ പറഞ്ഞത്, കൊല്ലണം. അതെ, അതാണ് വേണ്ടത്. പീഡനം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ആനുകൂല്യത്തിൻ്റെ പകുതി പോലും ആ ഇരകൾക്ക് കിട്ടുന്നുണ്ടോ? ചാനലുകളും മാധ്യമങ്ങളും പിന്നെ വിധിയും നീതിയും എല്ലാം കൂടി ആ പാവം പെൺകുട്ടികളെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കുന്നു. അല്ലേ? അതല്ലേ സത്യം? കൊള്ളാം, ആവേശമായി അല്ലേ?
ഒരാളെ കൊല്ലുന്നതിൻ്റെ ഭവിഷ്യത്ത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇനി അതാണ് സാർ വേണ്ടത്. എന്ത്? പെൺമക്കളുള്ള ഒരു അച്ഛന്മാരും പെങ്ങന്മാരുള്ള ഒരു ആങ്ങളമാരും അമ്മയുള്ള ഒരു ആൺകുട്ടിയും ഭാര്യയുള്ള ഒരു ഭർത്താവും ഇനി മുതൽ ആയുധം കയ്യിലെത്തണം. നമ്മുടെ അമ്മ പെങ്ങന്മാരെ കാമാ സെക്ടർ നോക്കാൻ പോലും ഭയക്കണം സാർ എല്ലാവരും. നമുക്കുമില്ലടാ അമ്മയും പെങ്ങളും ഭാര്യയും. കൊള്ളാം. ഇത് ഇന്ത്യയാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ഇതൊന്നും നടക്കില്ല. ഇത് ഇന്ത്യ ആയതുകൊണ്ടാണ് സാർ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത്. പിറന്നു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോഴും ആസക്തിയോടെ നോക്കുന്നവർ. അവർ കേൾക്കണം സാർ, അവർക്ക് വേണ്ടി ഇവിടെ ഒരു ആയുധം രൂപപ്പെടുന്നതിൻ്റെ ഒച്ച. അവർ അറിയണം സാർ അതിൻ്റെ മൂർച്ച. അതെ സാർ, ഇതേപോലുള്ള 10 പട്ടികൾ ചത്ത് മലർന്നു കിടക്കുന്ന കണ്ടാൽ പിന്നെ ഒരുത്തിനും ധൈര്യപ്പെടില്ല ഇതേപോലെ ചെയ്യാൻ. നോക്കൂ, നിങ്ങൾ ചെറുപ്പമാണ്, അതിൻ്റെ ആവേശമാണ്. ഇതൊന്നും ശാശ്വതമായ പരിഹാരമല്ല. ഇനി മുതൽ ഇങ്ങനെ പ്രതികരിച്ചാലാണ് സാർ ഏതൊരമ്മയ്ക്കും ഒരു പെൺകുഞ്ഞിനെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനുള്ള ധൈര്യമുണ്ടാവും. ഏതൊരച്ഛനും ഒരു പെൺകുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യമുണ്ടാവും. അതുകൊണ്ട് കൊല്ലണം സാർ നമുക്കവനെ. അതെടാ, ഇത് തന്നെ ശരിയായ വഴി. ഇനിയൊരു സൂര്യനെല്ലിയും ബിദിരയും ഡൽഹിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളുണ്ടോ അതിൻ്റെ കൂടെ. പക്ഷേ നമ്മൾ ക്രൈമിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഓർമ്മിപ്പിക്കുകയാണ്. പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത ഒരു ജനത ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന്. മുള്ളുകൾ നിറഞ്ഞ റോസാച്ചെടി തൻ്റെ പൂ വിരിഞ്ഞു കാണാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും. തല്ലിക്കൊഴിക്കായിരുന്നു കൂടെ ഈ പൂമുട്ടിനെ. ചാനലുകളും മാധ്യമങ്ങളും വിധിയും നീതിയും എല്ലാം കൂടി ആ പാവം പെട്ടുകളെ വീണ്ടും വീണ്ടും ഞങ്ങളുണ്ടോ അതിൻ്റെ കൂടെ. ഇനി ഒരു സൂര്യനെല്ലിയും ബിദിരയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ. ഇത് തന്നെയാടാ ശരിയായ വഴി. നമ്മൾ ഹൈക്കോടതിയിൽ എന്തെങ്കിലും കൊടുക്കാണ്ട് ശരിയായി.